ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ടല്ലോ. ഞാൻ ഇന്നിപ്പോൾ വന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. വേടനും വേടർ മഹാസഭയും തമ്മിലുള്ള ഒരു കേസിൻ്റെ വിഷയമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ വേടർ മഹാസഭ എന്ന് പറഞ്ഞ ഒരു ദലിത് സംഘടന ഒരു സംഘടനയാണ്. വേടനും ഒരു ദലിതനാണ് എന്നാണ് എൻ്റെ ധാരണ. ഈ വേടർ മഹാസഭ ഈ വേടനെന്ന് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെയാണ് കേട്ടതെന്നാണ് നമുക്ക് തോന്നുന്നത്. വേടർ മഹാസഭയിലെ സകല, അതായത് ഏകദേശം കേരളത്തിലെ ജനസംഖ്യ അവരുടേത് 3.25 ലക്ഷം പേരാണ്. അതിലൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് മറ്റ് സമുദായത്തിലെ ദലിത് സംഘടനകളുടെ അംഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഇന്നലെ വേടൻ എന്ന പേര് ഹിരൺദാസ് മുരളി സ്വീകരിച്ചത് അത് അയാളെ അടിച്ചേൽപ്പിച്ച ഒരു പേരാണ്, അയാൾ സ്വയം സ്വീകരിച്ചതല്ല എന്നിവിടെ ഈ വേടർ മഹാസഭ ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പൊതുജനം എന്ന് പറഞ്ഞാൽ വരേണ്യ വർഗം വേടൻ എന്ന് ആക്ഷേപിച്ച് വിളിച്ച ഒരു പേര് അദ്ദേഹം സ്വയം സ്വീകരിച്ച്, അതായത് നിങ്ങളെ ഉയർത്തിയ ഒരു വ്യക്തിയാണ് ഈ ഹിരൺദാസ് മുരളി. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾക്ക് ഈഗോ, അതായത് നിങ്ങളുടെ സമുദായത്തിന് എന്തോ വലിയ ക്ഷീണം സംഭവിച്ച പോലെയാണ് നിങ്ങൾ കേസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കിട്ടണമെന്ന്. കാരണം ഈ വേടർ മഹാസഭയിലെ 35 ലക്ഷം 3.25 ലക്ഷം 3.25 ലക്ഷം ജനസംഖ്യ കേരളത്തിലെ ജനസംഖ്യ 3.25 ലക്ഷം വേടർ മഹാസഭ, അതായത് വേടൻ, മലവേടൻ, പിന്നെ മറ്റേ എന്തൊക്കെ ഉണ്ട്, അവർ ബൈക്കായിട്ടൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത്രയും ക്യാഷ് മതിയായിരുന്ന ഒരു ദലിതൻ്റെ നിന്ന് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അയാൾ സ്വയം സ്വീകരിച്ചതല്ല, അയാളെ അടിച്ചേൽപ്പിച്ച ഒരു പേരാണ് ഈ വേടൻ എന്നുള്ളത്. നിങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന വരേണ്യ വർഗത്തിൻ്റെ കാശ് വേടർ മഹാസഭയിലെ നേതാക്കന്മാർക്കൊക്കെ കാശ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൂടെ ഉള്ള ഒരു പരിശോധന ഈ വേളയിൽ ഇപ്പം നടത്തേണ്ട കാര്യം അത്യാവശ്യമായിട്ട് വന്നിരിക്കുക. കാരണം ഈ 3.25 ലക്ഷം ജനങ്ങളും അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ വേടനെതിരെ കേസ് കൊടുത്ത് ഹിരൺദാസ് മുരളി എന്ന വേടനെ എതിരെ നിങ്ങൾ കേസ് കൊടുത്തത്? ഈ 4 വർഷം അദ്ദേഹം സ്റ്റേജുകളിൽ പെർഫോമൻസ് ചെയ്യുന്ന ഈ പേരിൽ തന്നെയായിരുന്നു. അപ്പം ഈയിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിലൊരു കേസ് വന്നതിന് ശേഷമാണോ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായത്? നിങ്ങളുടെ പേരിന്, അതായത് നിങ്ങളുടെ ജാതീയ പേരിന് കളങ്കം ഉണ്ടായത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ച് പിച്ച വെച്ച കാലം തൊട്ട് അവനെ വേടൻ എന്നും അന്യമതസ്ഥർ, അതായത് വരേണ്യവർഗം വിളിച്ച് അവൻ ആ പേര് വരേണ്യവർഗമാണ് കൊടുത്തത്. അപ്പോൾ അവർക്കെതിരെയല്ലേ നിങ്ങൾ കേസ് കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന് ആ പേര് ചാർത്തി കൊടുത്ത വരേണ്യവർഗത്തിന് അല്ലേ നിങ്ങൾ കേസ് കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് സാമാന്യം ബുദ്ധിയും വിവരവും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ധാരണ. അത് ഒട്ടും നിങ്ങൾക്ക് ഇല്ലാതായിപ്പോയി എന്നാണ് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ട്, ഞങ്ങളധികം പറയുന്നൊന്നുമില്ല. നമ്മുടെ സ്വജാതികളെ താഴ്ത്തിക്കെട്ടുന്നത് നമുക്ക് നല്ല പ്രവണതയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളൊന്നുകൂടെ ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ നീക്കുക. കാരണം നിങ്ങളുടെ പിറകിൽ ഇപ്പം ആൾക്കാർ കാണും. 10-25 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷമോ 40 ലക്ഷമോ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളെ നടക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഇപ്പം അദ്ദേഹത്തിന് ഈ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് അയാളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ സമൂഹത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണെന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജാതീയ ചിന്തകളൊക്കെ നല്ലതൊക്കെയാണ്. കാരണം
നിങ്ങൾ നിങ്ങളുടെ ജാതിക്ക് യാതൊരു കളങ്കവും ഉണ്ടാകത്തില്ല അദ്ദേഹം വേടൻ എന്ന പേര് സ്വീകരിച്ചു കഴിഞ്ഞാൽ. ഇനിയും കോടതി ഇനിയും പറയുമായിരിക്കും വേടൻ എന്ന് പേര് അതായത് വേടൻ എന്ന് നിങ്ങളുടെ ഒരു ജാതി പേര് മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആ വേടൻ എന്നൊരു പേരങ്ങ് ഇട്ട് ഞങ്ങളുടെ മക്കളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ അർഹതയുണ്ടോ? എൻ്റെ പേര് ഞാൻ ഗസറ്റിൽ പരസ്യം ചെയ്ത് വേടൻ എന്നാക്കി കഴിഞ്ഞാൽ അത് ജാതിയാണെന്നൊന്നും അവിടെ ഒരു വിഷയമില്ല. കാരണം എനിക്ക് വേടൻ്റെ പേര് സ്വീകരിക്കണമെന്ന് വരെ എനിക്ക് നിങ്ങളുടെ ഓരോ താശയും വേണ്ട. നിങ്ങളുടെ ലോകത്ത് അങ്ങനെ പല ജാതികളും ഉണ്ടാകും, പല പേരിലും അറിയപ്പെടുന്ന ആൾക്കാരുണ്ടാകും. അത് നമ്മളൊരു പേര് സ്വീകരിക്കുക എന്നുള്ളത് ഗസറ്റിൽ നിങ്ങൾ കൂടുതൽ കഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ല. ഇതിൻ്റെ പിറകിൽ കളിച്ച ആൾക്കാരെക്കാളും ബുദ്ധിയൊക്കെ ബാക്കി ആൾക്കാർക്കും ഉണ്ടെന്നുള്ള ചിന്ത വേണം. നിങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത്, അതായത് നിങ്ങളെ ബ്രാൻഡ് നെയിമൊന്നുമല്ല ഈ വേടൻ, ഒരു ബ്രാൻഡും ചെയ്ത പേരൊന്നുമല്ല ഈ വേടൻ എന്നുള്ളതും. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. നിങ്ങൾ ഉചിതമായിട്ട് നല്ല തീരുമാനം എടുക്കുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ പുറകിൽ കളിച്ച വരേണ്യ വർഗത്തിന് എങ്ങനെയെങ്കിലും വേടൻ ഹിരൺദാസിനെ അവരുടെ ശബ്ദത്തെ നിലപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഞങ്ങളുടെ സഹോദരങ്ങളോട് പറയാനുള്ളൂ. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ല നന്ദി. അപ്പം വീണ്ടും നമുക്ക് കാണാം അടുത്ത ഒരു വീഡിയോയിൽ. എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.